അരിയിടുമ്പോൾ പ്രാർത്ഥിച്ചുകൂടെ ഇടാനായിട്ട്. അരി എടുത്ത ശേഷം ഒരു പിടി അരി മാറ്റി വയ്ക്കുന്ന സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് ചെയ്തത് നല്ലതാണ്. അരി എടുത്ത് കഴുകുമ്പോഴും അരി ഇടുമ്പോഴും എല്ലാം നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ ഇടാവൂ. ആദ്യകാലങ്ങളിൽ അന്നപൂർണി, സദാപൂർണി, ശങ്കര പ്രാണവല്ലഭി എന്നൊക്കെ പറഞ്ഞ് ചൊല്ലാറുണ്ട്. ഇപ്പം അത് ചൊല്ലാൻ അറിയതെങ്കിൽ നാരായണായ, ഓം നമോ നാരായണായ, ഒരു കൃഷ്ണ ഭഗവാനെ എന്തെങ്കിലും നാമങ്ങൾ, പോസിറ്റീവായ നാമങ്ങൾ ചൊല്ലിയിട്ട് വേണം അരി നമുക്ക് അടുപ്പത്തിടാനായിട്ട്. അരി ഇട്ടാൽ ഇളക്കണം. അരി ഒരിക്കലും അടിയിൽ പിടിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ ശേഷം വിളക്കെത്തിക്കുമല്ലോ. വിളക്കൊക്കെ കത്തിക്കുമ്പോൾ, രാവിലെ നമ്മൾ വിളക്കെത്തിക്കുമ്പോൾ രാത്രി സമയത്ത് അടുക്കളയിൽ ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കുക. ആ വെള്ളം എടുത്ത് പുറത്ത് കൊണ്ടുപോയി തളിക്കുക നല്ലതാണ്. അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കല്ലുപ്പും മഞ്ഞപ്പൊടിയും കൂടി കലക്കി വയ്ക്കുക. പിറ്റേ ദിവസം കാലത്ത് തളിച്ചു കഴിഞ്ഞാൽ എല്ലാ നെഗറ്റീവ് എനർജിയും ആ വെള്ളത്തിൽ തന്നെ ഉണ്ടായിരിക്കും. വിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താ ചെയ്യുക, മഞ്ഞളും കല്ലുപ്പും പച്ചക്കർപ്പൂരവും ജവാദിനി അതൊക്കെ ഇട്ട് ഒരു ഗ്ലാസ്സിൽ ഒരു പാത്രത്തിൽ കുപ്പിയിലാക്കി വയ്ക്കുക. അതിൽ നിന്ന് കുറച്ചും കൂടി ഒഴിച്ചു വേണം ഈ വെള്ളവും മഞ്ഞളും പച്ചക്കർപ്പൂരം ഇട്ടിട്ട് യാദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിത, യാദേവി സർവഭൂതേഷു ബ്രഹ്മരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്തസ്യേ നമോ നമ ചൊല്ലിയിട്ട് വേണം മുറപ്പടി തുടയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞ് തളിച്ച ശേഷം ഒരു കിടിയിൽ വെള്ളം വയ്ക്കുക. 5 തിരിയിട്ട് വിളക്കെത്തിക്കുക. നിർബന്ധമായിട്ടും 5 തിരിയിട്ട് വിളക്കെത്തിക്കണം. കാരണം 5 തിരിയുടെ ഊർജ്ജം എന്ന് പറയുമ്പോൾ അത്രയും എല്ലായിടത്തേക്കും ഊർജ്ജം വരും. 5 തിരിയിട്ട് വിളക്കെത്തിക്കുക. വിളക്കത്തിൻ്റെ അടിയിലായിട്ട് ചെറിയ കർപ്പൂരം, ആ തട്ടത്തിലൊരു കർപ്പൂരം ഇട്ട് കത്തിച്ച് എൻ്റെ അച്ഛൻ വഴിയുള്ള പരദേവതി, അമ്മ വഴിയുള്ള പരദേവതി എന്ന് പ്രാർത്ഥിക്കുക. കിണ്ടിയിൽ വെള്ളം വയ്ക്കുക. പുഷ്പങ്ങൾ ചുറ്റൂടുക. അപ്പം തന്നെ ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി തീർച്ചയായിട്ടും കയറി വരും. മഹാലക്ഷ്മിയെ സ്വീകരിക്കാൻ ഏറ്റവും വലിയ മാർഗ്ഗമാണത്. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റെങ്കിലും നാമം ജപിക്കുക.